അപ്പോൾ കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, 2 ഏലക്ക, കുരുമുളക്, പെരിഞ്ജീരകം, ചെറിയ ജീരകം ഇതൊക്കെ കൂടി ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനാണ്. അപ്പോൾ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. 1/4 കിലോ ഇറച്ചി ഉണ്ടാവും. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട്, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ പറിച്ചില്ലേ അതിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇറച്ചി മസാല 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കട്ടെ. ഇത് നല്ലപോലെ നമുക്ക് കൈ കൊണ്ട് കുഴക്കട്ടെ. നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വഴറ്റിയെടുക്കട്ടോ. നല്ലപോലെ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നല്ലപോലെ വഴറ്റി. ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി. വെള്ളം ഒഴിക്കേണ്ട, നമുക്ക് തീ കുറച്ച് വെക്കാം, എന്നിട്ട് മൂടി വെക്കാം. അപ്പൊ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഒരു മുട്ടയും കൂടി നല്ലപോലെ അരച്ചെടുക്കാട്ടോ. നമുക്ക് അരച്ച് നോക്കാട്ടോ. കുറച്ച് നമുക്ക് അണ്ടിപ്പരിപ്പും മുട്ടയും കൂടി അരച്ചിട്ടിട്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാട്ടോ. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. തീ കുറച്ച് വയ്ക്കുക. നമുക്ക് ഇതിലേക്ക് ലേശം മുന്തിരി കഴുകി വെച്ചാണ് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് മൂടി വെക്കട്ടെ. ഓപ്പൺ ചെയ്യാം. വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞിട്ട് കൊടുക്കണം. നമുക്ക് ഇതിന്റെ മേലെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.